അസ്സലാമലൈക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമുള്ള ഒന്നാണ് സമ്പത്ത് അഥവാ പൈസ. സമ്പത്തില്ലാതെ ഇവിടെ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ ജീവിതത്തിലുടനീളം സമ്പത്തിൻ്റെ ആവശ്യകത വരുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലായ സമ്പാദ്യം സമ്പാദിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. ആമീൻ. നാം നമ്മുടെ ജീവിതത്തിൽ പലർക്കും കടം കൊടുത്തിട്ടുള്ളവരാകാം, കടം കൊടുത്ത് മറ്റുള്ളവരെ സഹായിച്ചവരാകാം, അതുപോലെ ബിസിനസ്സിൽ പൈസ ഷെയർ ചെയ്തവരാകാം. ഈ ഒരവസ്ഥയിൽ പലർക്കും നാം കടം കൊടുത്തിട്ട് പൈസ തിരിച്ചു തരാത്തവർ ഉണ്ടാകും. നാളെ തരാം, മറ്റന്നാൾ തരാം, ഒരു മാസം കഴിഞ്ഞിട്ട് തരാം എന്നൊക്കെ പറഞ്ഞ് പലരും നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥ നമ്മളിൽ പലർക്കും വന്നിട്ടുണ്ടാകാം. അതുകൊണ്ട് കടം കൊടുത്ത പൈസ നഷ്ടപ്പെട്ടവർ, ബിസിനസ്സിൽ ഇറക്കിയ പൈസ നഷ്ടപ്പെട്ടവർ ഇത് തിരിച്ചു കിട്ടാനുള്ള ഒരു മാർഗം പറഞ്ഞു തരാം. വളരെ ആത്മാർത്ഥതയോടെയും ഇഖ്ലാസോടെയും ഓതി ദുആ ചെയ്താൽ മാത്രമേ ഇതിന് ഫലം കണ്ടെത്താൻ കഴിയൂ. അതിനാൽ പൈസ നഷ്ടപ്പെട്ടവർ അത് തിരിച്ചു കിട്ടുവാൻ ഇനി പറയാൻ പോകുന്ന ഖുർആനിക വചനങ്ങൾ ഓതുക. സൂറത്ത് ഫത്ഹിലെ 29-ാമത്തെ ആയത്തും സൂറത്ത് ഖസസിലെ 85-ാമത്തെ ആയത്തും ഓതുക. സൂറത്ത് ഫത്ഹിലെ 29-ാമത്തെ ആയത്തായ മുഹമ്മദൻ റസൂലുള്ളാഹ് തൊട്ട് വജ്റൻ അലീമൻ വരെയാണ് ഓതേണ്ടത്. സൂറത്ത് ഖസസിലെ 85-ാം ആയത്തായ ഇന്നല്ലദീ തൊട്ട് ളലാലിൻ മുബീൻ വരെയാണ് ഓതേണ്ടത്. ഈ രണ്ടായത്തും നിസ്കാരശേഷം ധാരാളം തവണ ഓതി ദുആ ചെയ്യുക. ഓതി ദുആ ചെയ്തതിന് ശേഷം നമുക്ക് ആരാണ് പൈസ തരാനുള്ളത് അവരോട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. എപ്പോഴും വിളിക്കരുത്. ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ചെയ്താൽ കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടുവാനുള്ള പൈസ തിരിച്ചു കിട്ടും. ഒരുപാട് അനുഭവമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.